ഹലോ ഗൈസ്, ഏതോ ജന്മ കൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരൻ, നമ്മുടെ അശ്വിനെ കണ്ടിട്ട് കുറേ ദിവസമായി. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരാഴ്ച അടുക്കുകയായിരുന്നു. ഇനി നമ്മുടെ അശ്വിൻ മാറിയോ? ഇനി പുതിയ അശ്വിനായിരിക്കോ വരാൻ പോകുന്നത്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണട്ടെ. അപ്പം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ അഞ്ജലി നമ്മുടെ ശ്രുതിക്കും കൂടെ ഒരു ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ അശ്വിനുള്ള സ്ഥലത്തേക്ക്, ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ അത് ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് എന്തിനാ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ടിക്കറ്റ് റെഡിയാക്കി തന്നെ? എനിക്ക് അത്ര വലിയ അശ്വിൻ സാറിനെ പറ്റി അത്രയും വലിയ ടെൻഷൻ ആയിട്ടാണോ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് നമ്മുടെ ശ്രുതി പെട്ടിയെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ മനോരമ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി നീ തുക്കട ബസ്സിൽ കയറി പോണ പോലെയൊന്നും അല്ല ഫ്ലൈറ്റിൽ കയറുന്നത്, അതിനുള്ള ആ ഒരു മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നേക്കാട്ടും മര്യാദ അവൾക്കുണ്ട്, അവൾക്ക് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം നിന്നേക്കാളും നല്ലതായിട്ട് അവൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ശ്രുതി ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ആകെപ്പാടെ എന്തൊക്കെയോ കണ്ടിങ്ങനെ പെട്ടെന്ന് പേടിച്ച് കരഞ്ഞിട്ട് തിരികെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശ്രുതി ഇവിടെ വന്ന് പറയുന്നുണ്ട്, അശ്വിൻ സാർ ആ ഫ്ലൈറ്റ് ടൈമിന് മുന്നേ എയർപോർട്ടിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ, പിന്നെ സാറിന് എങ്ങനെ ഫ്ലൈറ്റ് മിസ്സായി? അപ്പം സാർ എവിടെയാണ്? ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ആവലാതി പിടിച്ച് ശ്രുതി പൊട്ടിക്കരയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ അശ്വിനെ ഒന്ന് കാണിക്കുവോ ഇല്ലയോ, ഇനി നമ്മുടെ അശ്വിൻ മാറിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മുഹൂർത്തങ്ങളാണ് വരാൻ പോകുന്നത്. കാത്തിരുന്നതന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.